ഒരബദ്ധമൊക്കെ ആർക്കും പറ്റും. എന്നാൽ സാധാരണക്കാരായ പ്രേക്ഷകരെ മനഃപൂർവ്വം പറ്റിച്ച ചില സിനിമാ നടന്മാരും സിനിമകളുമുണ്ട്. അഭിനയിച്ച പരസ്യങ്ങളിലൂടെയും സിനിമകളിലൂടെയും സാധാരണക്കാരായ പ്രേക്ഷകരെ ബുദ്ധിമുട്ടിച്ച് പിന്നീട് എട്ടിന്റെ പണി വാങ്ങിക്കൂട്ടിയ ചില നടന്മാരുണ്ട്. അവരാരൊക്കെയാണെന്നാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. പതിവ് പോലെ വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും ശ്രമിക്കുക. മമ്മൂട്ടി പ്രേക്ഷകരെ വിഡ്ഢിയാക്കിയതിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങൾ കേട്ട ഒരു നടനാണ് മമ്മൂട്ടി. വർഷം 2008-2009 മാർക്കറ്റിൽ ഇന്ദുലേഖ എന്ന പുതിയ സോപ്പ് ബ്രാൻഡിന്റെ ഉദയം. സോപ്പിന്റെ ബ്രാൻഡ് അംബാസഡറായി മെഗാസ്റ്റാർ മമ്മൂട്ടിയും. സൗന്ദര്യവർദ്ധക സോപ്പായ ഇന്ദുലേഖ നിമിഷ നേരം കൊണ്ട് പ്രേക്ഷകർക്കിടയിൽ പോപ്പുലറായി. ഇന്ദുലേഖ സോപ്പ് ഉപയോഗിച്ചാൽ ഒരാഴ്ച കൊണ്ട് സ്കിന്ന് വൈറ്റ് ആൻഡ് ബ്രൈറ്റ് ആകുമെന്ന് ബ്രാൻഡ് അംബാസഡറായ മമ്മൂട്ടി അഡ്വർടൈസ്മെന്റിലൂടെ ഉറപ്പ് കൊടുക്കുന്നു. ഇത്രയും സൗന്ദര്യമുള്ള മമ്മൂട്ടിയുടെ വാക്കുകളേക്കാൾ വലിയ ഉറപ്പ് വേറെന്തെങ്കിലും പ്രേക്ഷകർക്ക് വേണം? ഇന്ദുലേഖയുടെ കച്ചവടം കത്തിക്കയറി. എന്നാൽ 2015 പണിപാളി. ഇന്ദുലേഖ സോപ്പ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം നിങ്ങളെ തേടി വരുമെന്നും ഒരാഴ്ചക്കുള്ളിൽ വെളുത്ത മുഖം ലഭിക്കുമെന്നും പറഞ്ഞ മമ്മൂട്ടിയുടെ വാക്കുകൾ കേട്ട് സോപ്പ് വാങ്ങിയ 67 വയസ്സുള്ള ചാത്തു ഇന്ദുലേഖയ്ക്കെതിരെ മമ്മൂട്ടിക്കുമെതിരെയും കേസ് ഫയൽ ചെയ്തു. സൗന്ദര്യം ഇനി നിങ്ങളെ തേടി വരും. ഒരാഴ്ചയല്ല മാസങ്ങളോളം താൻ സോപ്പ് ഉപയോഗിച്ചെങ്കിലും ഫലമൊന്നും കണ്ടില്ല എന്നും സാധാരണക്കാരായ പ്രേക്ഷകരെ പറ്റിച്ച് ഇത്തരം ഊടായ്പ പരസ്യം ചെയ്യുന്ന മമ്മൂട്ടിയെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു വക്കീൽ നോട്ടീസ്. സംഭവം ആകെ നാണക്കേടായി. മമ്മൂട്ടിയുടെ പേര് കേസിലേക്ക് പലതവണ വലിച്ചഴിക്കപ്പെട്ടു. എന്നാൽ 35 രൂപയുടെ സോപ്പ് വാങ്ങിച്ച പരാതിക്കാരന് നഷ്ടപരിഹാരമായി കിട്ടിയത് 30,000 രൂപയാണ്. കൺസ്യൂമർ കോർട്ട് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന പരസ്യം ചെയ്ത മമ്മൂട്ടിയെ പരസ്യമായി ശാസിച്ചു. അങ്ങനെ കേവലം 35 രൂപയുടെ ഒരു സോപ്പിന്റെ പേരിൽ മമ്മൂട്ടി എന്ന മെഗാസ്റ്റാറിന് കിട്ടിയ നാണക്കേട് ചില്ലറയൊന്നും അല്ലായിരുന്നു. എന്നാൽ ഈ ഒരു സംഭവത്തിന് ശേഷം പിന്നീട് മമ്മൂട്ടി കൺസ്യൂമർ പ്രൊഡക്റ്റുകളുടെ പരസ്യം കുറെ കാലത്തേക്ക് ചെയ്തിരുന്നില്ല. മോഹൻലാൽ തെറ്റായ ആശയം അഡ്വർടൈസ്മെന്റിലൂടെ പറഞ്ഞ് പ്രേക്ഷകരെ വിഡ്ഢികളാക്കിയതിന്റെ പേരിൽ മോഹൻലാലിനും കിട്ടിയിട്ടുണ്ട് എട്ടിന്റെ പണി. ഒരു തവണയല്ല 2 തവണ. MCR എന്ന ടെക്സ്റ്റൈൽ കമ്പനിയുടെ ബ്രാൻഡ് അംബാസഡറാണ് മോഹൻലാൽ. 2018 മോഹൻലാൽ MCRന്റെ ഒരു അഡ്വർടൈസ്മെന്റിൽ അഭിനയിച്ചിരുന്നു. പരസ്യത്തിൽ മോഹൻലാൽ ഒരു ചർക്ക കറക്കുന്നുണ്ട്. ശേഷം ഖാദി വസ്ത്രങ്ങൾ MCR ഉൽപ്പാദിപ്പിക്കുന്നതിനെ കുറിച്ച് മോഹൻലാൽ പറയുന്നുണ്ട്. പരസ്യവും അഭിനയിച്ച് പൈസ മേടിച്ച് പോകാനിരുന്നപ്പോഴാണ് ചെറിയൊരു പണി കിട്ടുന്നത്. സംഭവം വേറൊന്നുമല്ല, ഈ ചർക്ക ഖാദി ഉൽപ്പന്നവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. എന്നാൽ MCR എന്ന ബ്രാൻഡ് നേരിട്ട് ഖാദി ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നില്ല. അതോടൊപ്പം ഖാദി ഉൽപ്പന്നങ്ങൾ പൊതുമേഖലാ ഉടമകളുടെ കയ്യിലാണെന്നുള്ള തെറ്റായ ധാരണ ആ പരസ്യം മൂലം ഉണ്ടാക്കി. അതുകൊണ്ട് തന്നെ തെറ്റായ വിവരം കൊടുക്കുന്ന പരസ്യത്തിൽ അഭിനയിച്ച മോഹൻലാലിനെതിരെ സംസ്ഥാന ഖാദി ബോർഡ് കേസെടുത്തു. അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതായത് ആ ഒരു പരസ്യത്തിന് ശേഷമാണ് നിലനിൽപ്പിനായി പൊരുതുന്ന പൊതുമേഖലാ സ്ഥാപനമായ ഖാദി ബോർഡിന്റെ കച്ചവടം കുറഞ്ഞു പോയത് എന്ന് അവർ അവകാശപ്പെട്ടു. പ്രശ്നം വലുതായി. കേസിലേക്ക് മോഹൻലാലിന്റെ പേര് പലതവണ വലിച്ചഴിക്കപ്പെട്ടു. എന്നാൽ മോഹൻലാൽ സംസ്ഥാന ഖാദി ബോർഡിനെതിരെ 50 കോടി രൂപയുടെ മാനനഷ്ട കേസ് കൊടുത്തു. 2018 പ്രളയത്തിൽ ഒരുപാട് സഹായം ചെയ്ത ഒരുപാട് വർഷത്തെ പാരമ്പര്യമുള്ള ഖാദി ബോർഡിനെതിരെ 50 കോടിക്ക് കേസ് കൊടുത്ത മോഹൻലാലിനെ പരസ്യമായി ഖാദി ബോർഡും മറ്റ് പ്രവർത്തകരും കടുത്ത ഭാഷയിൽ വിമർശിച്ചു. ഒരൊറ്റ പരസ്യം കൊണ്ട് ഇത്രയും വലിയ പൊല്ലാപ്പുണ്ടാകുമെന്ന് അദ്ദേഹം ഒരിക്കൽ പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് മാത്രമല്ല, 2023 മറ്റൊരു പ്രശ്നവും ഉണ്ടായിട്ടുണ്ട്. 2023 ലക്ഷ്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൊമേഴ്സിന്റെ ബ്രാൻഡ് അംബാസഡർ ആയിരുന്ന മോഹൻലാൽ അവരുടെ കോഴ്സുകൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി ഒരുപാട് പരസ്യങ്ങൾ ചെയ്തിരുന്നു. എന്നാൽ ലക്ഷ്യയുടെ പരസ്യത്തിലൂടെ മോഹൻലാൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും ഫേക്ക് ആയിരുന്നു. അതോടൊപ്പം പരസ്യം കണ്ട് അവിടെ ചേർന്നവർക്കുണ്ടായ ദുരനുഭവങ്ങളും പറയാൻ തുടങ്ങിയപ്പോൾ കളി കാര്യമായി. ചാർട്ടേഡ് അക്കൗണ്ടന്റായ PA മാത്യു ഇത് ചൂണ്ടിക്കാട്ടി മോഹൻലാലിന് ഒരു കത്ത് വരെ എഴുതുകയുണ്ടായി. ലക്ഷ്യയുടെ അഡ്വർടൈസ്മെന്റിലൂടെ മോഹൻലാൽ പറഞ്ഞിട്ടുള്ള പൊള്ളയായ പല കാര്യങ്ങളും ചൂണ്ടിക്കാട്ടിയായിരുന്നു അദ്ദേഹം കത്തെഴുതിയത്. കമ്പനിക്കാർ എഴുതി കൊടുത്ത സ്ക്രിപ്റ്റ് മാത്രമാണ് പറഞ്ഞതെങ്കിൽ പോലും വിമർശനങ്ങൾ മോഹൻലാലിന്റെ പേരിലായിരുന്നു വന്നത്. ഈ കത്തും വാർത്തയും എല്ലാവരിലേക്കും എത്തിപ്പെട്ടപ്പോൾ കമ്പനി ഈ വാർത്ത കൊടുത്തവർക്കെതിരെ 5 കോടി വരെ നഷ്ടപരിഹാരം ചോദിച്ചിരുന്നു. ആ കത്തിന്റെ കോപ്പി ഇന്നും ഇന്റർനെറ്റിൽ അവൈലബിൾ ആണ്. ഒപ്പം 2016 പ്രിയദർശൻ മോഹൻലാൽ സിനിമയാണ് ഒപ്പം. സിനിമയിലെ ഒരു ഭാഗത്തായി അനുശ്രീയുടെ പോലീസ് കഥാപാത്രം ഒരു പ്രതിയുടെ കേസ് ഫയൽ തുറന്ന് തന്റെ സുഹൃത്തിനെ കാണിക്കുന്ന ഒരു രംഗമുണ്ട്. ഏതാനും സെക്കൻഡുകൾ മാത്രം ദൈർഘ്യമുള്ള ആ ഒരു ഷോട്ടിൽ 1,60,000 രൂപയുടെ നഷ്ടമാണ് മോഹൻലാലിനും നിർമ്മാണ കമ്പനിക്കും ഉണ്ടായത്. സംഭവം വേറൊന്നുമല്ല, ആ ഒരു സീനിൽ കേസ് ഫയലിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോ ജീവിച്ചിരിക്കുന്ന ഒരു യഥാർത്ഥ വ്യക്തിയുടേതായിരുന്നു. കുടുംബസമേതം തിയേറ്ററിൽ സിനിമ കണ്ടപ്പോൾ തന്റെ ഫോട്ടോ അനുവാദമില്ലാതെ സിനിമയിൽ ഉപയോഗിച്ചത് കണ്ട കോളേജ് അധ്യാപിക ആകെ പരിഭ്രാന്തയായി. അതിനുശേഷം പലരും തന്നെ കളിയാക്കുകയും തുടർന്ന് തനിക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട് മൂലം അധ്യാപിക മോഹൻലാലിനും നിർമ്മാണ കമ്പനിക്കുമെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തെങ്കിലും നടന്റെ വക്കീല് അത് മനഃപൂർവ്വം നീട്ടിക്കൊണ്ടുപോയി. എന്നാൽ തുടർന്നുള്ള നിയമ പോരാട്ടത്തിനൊടുവിൽ കോടതി നേരിട്ട് ഇടപെട്ട് 1,00,000 രൂപ നഷ്ടപരിഹാരമായി അധ്യാപികയ്ക്കും 60,000 രൂപ കോടതി ചെലവുകൾക്കും വിധിച്ചു. ഒരു ചെറിയ അശ്രദ്ധ മൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി കേസും പൈസയും നഷ്ടപ്പെട്ടത് നടന്റെ ക്രെഡിബിലിറ്റിക്ക് സംഭവിച്ച ഒരു മാനക്കേടാണ്.
ഇതേ അനുശ്രീ അഭിനയിച്ച മറ്റൊരു സിനിമയായിരുന്നു ചന്ദ്രേട്ടൻ എവിടെയാ. സിനിമയിൽ നമിത പ്രമോദിന്റെ ഫോൺ നമ്പറായി കാണിച്ചിട്ടുള്ളത് മറ്റൊരു സ്ത്രീയുടെ നമ്പറായിരുന്നു. സിനിമ റിലീസായതിനു ശേഷം പാതിരാത്രി പോലും തന്നെ ഉറങ്ങാൻ സമ്മതിക്കാതെ നമിത പ്രമോദ് ആണെന്ന് കരുതി പല ആളുകൾ നിരന്തരമായി അവരെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചതിന്റെ പേരിൽ 50 ലക്ഷം രൂപ വരെ കോമ്പൻസേഷനായി അവർ ചോദിച്ചിരുന്നു. എന്താലേ. അനൂപ് മേനോൻ. പ്രേക്ഷകരെ മണ്ടന്മാരാക്കാൻ കൂട്ടുനിന്ന് അവസാനം പണി കിട്ടിയ ഒരു നടനാണ് അനൂപ് മേനോൻ. വർഷം 2012. അനൂപ് മേനോൻ വളരെ ഫേമസ് ബ്രാൻഡായ ധാത്രിയുടെ പരസ്യം ചെയ്യുന്ന സമയം. ധാത്രിയുടെ അഡ്വർടൈസ്മെന്റിലൂടെ അനൂപ് മേനോൻ കൊടുത്ത ഉറപ്പ് 7 ദിവസത്തിനുള്ളിൽ നീളമുള്ള മുടി എന്നാണ്. എന്നാൽ ഇതൊക്കെ വെറും പൊള്ളയായ വാഗ്ദാനങ്ങളായിരുന്നു. അതേ വർഷം ഫ്രാൻസിസ് വടക്കൻ എന്ന വ്യക്തി അനൂപ് മേനോൻ പ്രൊമോട്ട് ചെയ്ത ബ്രാൻഡ് 7 ദിവസമല്ല ആഴ്ചകളോളം ട്രൈ ചെയ്തിട്ടും യാതൊരു മാറ്റവും കാണാത്തതിനാൽ തെറ്റായ വാഗ്ദാനം ചെയ്ത് പ്രേക്ഷകരെ പറ്റിച്ചു എന്ന കാരണത്താൽ അനൂപ് മേനോനും ധാത്രിക്കുമെതിരെ കേസ് ഫയൽ ചെയ്യുന്നു. ധാത്രിയുടെ ബ്രാൻഡ് അംബാസഡറായ അനൂപ് മേനോൻ തന്റെ ഭാഗത്ത് ന്യായങ്ങൾ പറഞ്ഞ് ഉരുണ്ട് കളിക്കാൻ ശ്രമിച്ചെങ്കിലും ഒരു ഫലവും ഉണ്ടായില്ല. കാശ് വാങ്ങി കമ്പനിക്കാർ പറയുന്ന വാക്കുകൾ കാണാപ്പാടം പഠിച്ച് സാധാരണക്കാരെ പറ്റിച്ച അനൂപ് മേനോനും ധാത്രി കമ്പനിക്കും 10,000 രൂപ വീതം കോടതി പിഴയിട്ടു. അതോടൊപ്പം മരുന്ന് വിറ്റ മെഡിക്കൽ സ്റ്റോറിന് 3,500 രൂപയും പിഴയിട്ടു. ഇനി നഷ്ടപരിഹാരമായി പരാതിക്കാരന് ലഭിച്ചത് 30,000-ഓളം രൂപയാണ്. കോടതി അനൂപ് മേനോനെ ശക്തമായി ശകാരിച്ചു എന്ന് മാത്രമല്ല പിന്നീട് കുറെ കാലം ധാത്രിയുടെ പേരിൽ അനൂപ് മേനോന് പലയിടത്തു നിന്നും കളിയാക്കലുകൾ നേരിടേണ്ടി വന്നു. ഇത്തരത്തിൽ തെറ്റായ വാഗ്ദാനങ്ങൾ പരസ്യങ്ങളിലൂടെ നൽകി നിങ്ങളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും കേസ് ഫയൽ ചെയ്ത് കോമ്പൻസേഷൻ വാങ്ങിയെടുക്കാൻ കഴിയുമെന്ന് ഇത്തരം അനുഭവങ്ങൾ തെളിയിക്കുന്നു. അമരൻ. 2024 ശിവകാർത്തികേയൻ സിനിമയാണ് അമരൻ. യഥാർത്ഥ കഥയെ ബേസ് ചെയ്തുള്ള സിനിമയായതുകൊണ്ട് തന്നെ സിനിമ വലിയ തോതിൽ ആളുകൾ കണ്ടിരുന്നു. സിനിമയിലെ ഒരു റൊമാൻറ്റിക് സീനിൽ സായി പല്ലവിയുടെ നമ്പർ പേപ്പറിൽ എഴുതി കൊടുക്കുന്നതായി കാണിക്കുന്നുണ്ട്. എന്നാൽ വാസ്തവത്തിൽ ആ ഒരു ഫോൺ നമ്പർ ചെന്നൈയിലെ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിരുന്ന VV ഗണേഷിന്റേതായിരുന്നു. സിനിമ ഇറങ്ങിയതിനു ശേഷം സായി പല്ലവിയുടെ നമ്പറാണെന്ന് കരുതി സായി പല്ലവി ഫാൻസ് ഉൾപ്പെടെ നിരവധി ആളുകൾ പല സംസ്ഥാനത്തു നിന്നും VV ഗണേഷിനെ നിരന്തരമായി ഫോൺ ചെയ്യാൻ തുടങ്ങി. തനിക്ക് മാനസികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയ അവസരത്തിൽ തന്റെ നമ്പർ അനധികൃതമായി സിനിമയിൽ ഉൾപ്പെടുത്തിയതിന് സിനിമയ്ക്കെതിരെ കംപ്ലൈന്റ് ഫയൽ ചെയ്തു. ഒടുവിൽ സിനിമയുടെ നിർമ്മാതാക്കളായ കമൽഹാസന്റെ രാജ് കമൽ ഇന്റർനാഷണൽ 1,10,00,000 രൂപ പരാതിക്കാരന് കോമ്പൻസേഷനായി കൊടുക്കുകയും ചെയ്തു. എന്നാലും ഒരു ചെറിയ അശ്രദ്ധ മൂലം പ്രേക്ഷകനെ ബുദ്ധിമുട്ടുണ്ടാക്കിയതിന്റെ പേരിൽ 1,10,00,000 രൂപ നഷ്ടപ്പെടുക എന്ന് പറയുന്നത് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ പണിയായിരുന്നു. ഇതിനോട് സമാനമായി ആമിർ ഖാന്റെ ഗജനിയിൽ ആമിർ ഖാന്റെ ബോഡിയിൽ ടാറ്റു ചെയ്തൊരു ഫോൺ നമ്പർ മുംബൈയിലെ ഒരു വനിതാ ഡോക്ടറുടേതായിരുന്നു. ആളുകളുടെ നിരന്തരമായ ഫോൺ വിളി ശല്യം മൂലം അവസാനം അവർ ആമിർ ഖാന്റെ പേരിൽ കേസ് കൊടുക്കുകയാണ് ചെയ്തത്. അവർക്കുണ്ടായ മാനസിക ബുദ്ധിമുട്ട് മൂലം പിന്നീട് ആമിർ ഖാൻ അവരെ നേരിട്ട് വിളിച്ച് ക്ഷമാപണം നടത്തുകയായിരുന്നു ചെയ്തത്. രാം ഗോപാൽ വർമ്മ. ഒരു സിനിമ റിലീസാക്കാൻ വേണ്ടി നൈസായി പ്രേക്ഷകരെ പറ്റിക്കാൻ നോക്കി പിന്നീട് വട്ടത്തിൽ മൂഞ്ചിയ ഒരാളാണ് രാം ഗോപാൽ വർമ്മ. 2020 രാം ഗോപാൽ വർമ്മ മർഡറർ എന്ന സിനിമ നിർമ്മിക്കുന്നു. വളരെ പുതുമയുള്ള കഥ എന്ന് പറഞ്ഞ് എല്ലാവരെയും പറ്റിച്ച ഈ സിനിമയുടെ കഥ വാസ്തവത്തിൽ 2018 തെലങ്കാനയിൽ സംഭവിച്ച ഒരു ദുരഭിമാന കൊലയിൽ നിന്നും അതേപടി എടുത്തിട്ടുള്ളതായിരുന്നു. 2018 പ്രണയി പെരുമല എന്ന ദളിത് യുവാവിനെ ഭാര്യയുടെ അച്ഛൻ വാടക കൊലയാളിയെ വിട്ട് ഭാര്യയുടെ മുൻപിൽ വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. ആ സമയത്ത് ഈ വാർത്ത ഏറെ മാധ്യമ ശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. എന്നാൽ ആ കൊല്ലപ്പെട്ട യുവാവിന്റെ ഫാമിലിയുടെ സമ്മതമില്ലാതെ അവരുടെ മകന്റെ ജീവിതവും പ്രശ്നവും സിനിമയിൽ ഉൾപ്പെടുത്തിയെന്ന ആരോപണത്താൽ മാനനഷ്ടത്തിന് രാം ഗോപാൽ വർമ്മയുടെ പേരിൽ വീട്ടുകാർ കേസ് ഫയൽ ചെയ്തു. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരു സംവിധായകൻ ചെയ്ത ഏറ്റവും വലിയ മൂന്നാംകട പരിപാടിയാണ് ഇതെന്ന് കോടതി രാം ഗോപാൽ വർമ്മയുടെ മുഖത്ത് നോക്കി പറഞ്ഞു. പിന്നീട് കോടതിയുടെ നിർദ്ദേശം മൂലം സിനിമയിൽ പല മാറ്റങ്ങൾ വരുത്തിയാണ് റിലീസാക്കിയത്. എന്നാൽ പക്ഷേ സിനിമ റിലീസായെങ്കിലും കാര്യമായി വിജയിച്ചില്ല. സാധാരണക്കാരെ പറ്റിച്ച് സിനിമയെടുത്ത് അവസാനം വരെ രഹസ്യമാക്കി വെച്ച് റിലീസാക്കാൻ തുനിഞ്ഞ രാം ഗോപാൽ വർമ്മയ്ക്ക് തന്റെ കരിയറിൽ കിട്ടിയ ഏറ്റവും വലിയ അടിയായിരുന്നു ഈ ഒരു കേസ്. ഷാരൂഖ് ഖാൻ. ഇന്ന് എവിടെ നോക്കിയാലും ചവർ പോലെ കാണുന്ന ഒന്നാണ് വിമൽ പാൻ മസാലയുടെ പരസ്യം. ഷാരൂഖ് ഖാനും അജയ് ദേവഗണും ടൈഗർ ഷെറൂഫും അക്ഷയ് കുമാർ ഉൾപ്പെടെ ഒരുപാട് താരങ്ങളാണ് ഈ ബ്രാൻഡ് പ്രൊമോട്ട് ചെയ്യുന്നത്. വിമൽ പാൻ മസാലയുടെ കാര്യത്തിൽ നടന്മാർ അവകാശപ്പെടുന്ന ഒരു കാര്യമാണ് ഓരോ തരിയിലും കുങ്കുമപ്പൂവിന്റെ അംശമുണ്ടെന്ന്. അതായിരുന്നു ഈ പ്രൊഡക്റ്റിന്റെ USP. എന്നാൽ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് ഈ കുങ്കുമപ്പൂവ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. കിലോയ്ക്ക് 2 മുതൽ 4 ലക്ഷം രൂപ വരെ വിലയുണ്ട്. 5 രൂപയുടെ പാൻ മസാലയിൽ കുങ്കുമപ്പൂവ് എന്നത് ഒരിക്കലും ചിന്തിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമാണ്. ഇത് ശരിക്കും സാധാരണക്കാരായ പ്രേക്ഷകരെ മണ്ടന്മാരാക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാൻസറിന് വരെ കാരണമാകുന്ന ഈ ഒരു പാൻ മസാലയിൽ കുങ്കുമപ്പൂവ് ഉണ്ട് എന്ന തെറ്റായ വാദം അവകാശപ്പെടുന്ന വിമൽ പാൻ മസാല കമ്പനിക്കും അത് പ്രൊമോട്ട് ചെയ്ത ഷാരൂഖ് ഖാൻ, അജയ് ദേവഗൺ, ടൈഗർ ഷെറൂഫ്, അക്ഷയ് കുമാർ എന്നിവർക്കെതിരെ രാജസ്ഥാൻ സ്വദേശി കേസ് ഫയൽ ചെയ്തു. ഷാരൂഖ് ഖാനും അജയ് ദേവഗണും തങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഒഴിയാൻ ശ്രമിച്ചെങ്കിലും എഗ്രിമെന്റ് ഉള്ളതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. തങ്ങളെ പിന്തുണച്ചിരുന്ന പ്രേക്ഷകർ അവർക്കെതിരെ തിരിഞ്ഞപ്പോൾ നടനായ അക്ഷയ് കുമാർ പരസ്യമായി മാപ്പ് പറയുകയും താൻ ഒരിക്കലും ഇനി ടൊബാക്കോ പരസ്യങ്ങളിൽ അഭിനയിക്കില്ല എന്ന് തുറന്നു പറഞ്ഞുകൊണ്ട് വിമൽ പാൻ മസാലയുമായുള്ള എഗ്രിമെന്റ് ക്യാൻസലാക്കുകയും ചെയ്തു. 2022 ശേഷം അജയ് ദേവഗണും ഷാരൂഖ് ഖാനും പങ്കെടുത്ത ഒട്ടുമിക്ക എല്ലാ വേദികളിലും പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ മറുപടിയൊന്നും പറയാതെ വായടച്ചിരിക്കുന്നതായി കാണാൻ കഴിയും.
മഹേഷ് ബാബു. തെലുഗു സൂപ്പർ സ്റ്റാറായ മഹേഷ് ബാബു ചെയ്ത ഒരു അബദ്ധം അദ്ദേഹത്തിന് തന്നെ പിന്നീട് ഒരു വലിയ തലവേദനയായി മാറിയിട്ടുണ്ട്. ഹൈദരാബാദിലെ ഒരു റിയൽ എസ്റ്റേറ്റ് കമ്പനിയാണ് സായി സൂര്യ ഡെവലപ്പേഴ്സ്. മഹേഷ് ബാബു ആണ് അതിന്റെ ബ്രാൻഡ് അംബാസഡർ. അവർക്ക് വേണ്ടി ഒരുപാട് പരസ്യങ്ങൾ മഹേഷ് ബാബു ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട്. എന്നാൽ സൂപ്പർ സ്റ്റാർ ആയ മഹേഷ് ബാബുവിനെ മുൻനിർത്തി സായി സൂര്യ ഡെവലപ്പേഴ്സ് എന്ന റിയൽ എസ്റ്റേറ്റ് കമ്പനി ഒരുപാട് പ്ലോട്ടുകൾ കച്ചവടം ചെയ്തു. പക്ഷേ അതൊരു വലിയ സ്കാം ആയിരുന്നു. വാസ്തവത്തിൽ അവിടെ അങ്ങനെ ഒരു പ്ലോട്ടില്ല. ഇല്ലാത്ത ഒരു കാര്യമുണ്ടെന്ന് മഹേഷ് ബാബുവിലൂടെ പറയിപ്പിച്ച് കോടിക്കണക്കിന് രൂപ അവർ തട്ടിയെടുക്കുകയായിരുന്നു ചെയ്തത്. അങ്ങനെ മഹേഷ് ബാബുവിന്റെ പരസ്യം കണ്ട് ഒരു ഡോക്ടർ 35 ലക്ഷം രൂപയ്ക്ക് സ്ഥലം വാങ്ങി പറ്റിക്കപ്പെട്ട് മഹേഷ് ബാബുവിനെതിരെ കേസ് ഫയൽ ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇത് തന്റെ ഭാഗത്ത് ഒരു വലിയ അബദ്ധമായതുകൊണ്ട് തന്നെ മഹേഷ് ബാബുവിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നു എന്ന് മാത്രമല്ല, കഴിഞ്ഞ കുറെ മാസങ്ങളിലായി എൻഫോഴ്സ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റെയ്ഡും ചോദ്യം ചെയ്യലുമായി മൂപ്പർക്ക് ആകെ മൊത്തം തലവേദനയാണ്. ഈ ഒരു പ്രശ്നം മൂലം രാജമൗലിയുടെ പുതിയ പടത്തിന്റെ ഷൂട്ടിംഗ് പോലും കൃത്യമായി നടക്കാതെ വന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. അതോടൊപ്പം നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ.